ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. സുതാര്യവും നീതിപൂർവവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു. വോട്ടെടുപ്പിനായി 2183 പോളിംഗ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചു. ഓരോ മണ്ഡലത്തിലും ഓരോ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും ആകെ 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്രസേന ഉൾപ്പെടെ വിവിധ റാങ്കുകളിലുള്ള 6000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും കണ്ണൂർ റൂറൽ SP അനൂജ് പള്ളിവാലും അറിയിച്ചു. സിറ്റി പരിധിയിൽ കേന്ദ്രസേനയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസും ഉൾപ്പെടെ 20 കമ്പനി സേനയിൽ 1500 പേരുണ്ട്. ഇതിനു പുറമെ 1300 സ്പെഷ്യൽ പോലീസും ഉണ്ട്. 771 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷയും 493 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി വോട്ടർമാർ ബൂത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ പുറത്തുവരുന്നതുവരെയുള്ള മുഴുവൻ നടപടികളും CCTV മുഖേന ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലുമുള്ള കൺട്രോൾ റൂമുകളിൽ നിന്ന് നിരീക്ഷിക്കും. പോളിംഗ് ഡ്യൂട്ടിക്കായി 10488 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചത്. ഇവരെ ബൂത്തുകളിൽ എത്തിക്കാൻ സർക്കാർ വാഹനങ്ങൾക്ക് പുറമെ സ്വകാര്യ വാഹനങ്ങളും വിന്യസിക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ജില്ലയിൽ കർശനമായി നടപ്പിലാക്കി വരികയാണ്. 25 MCC സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നു. ഇതിനകം 42,659 അനധികൃത പ്രചാരണ വസ്തുക്കൾ നീക്കം ചെയ്തു. വോട്ടെടുപ്പിനിടെ മൊബൈൽ ഫോൺ ബൂത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നും മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ എക്ദദ മുക്സിർ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ N. സിബി എന്നിവരും പങ്കെടുത്തു. നമ്മൾ ടോട്ടൽ കൗണ്ട് ഈ പറയുന്ന നോട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ സെൻസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം ഒഫീഷ്യലായിട്ട് ഇഷ്യൂ ചെയ്യുന്നതല്ല. അത് ക്രിട്ടിക്കൽ ബൂത്ത്, വൾണറബിൾ ബൂത്ത് എന്നുള്ളതാണ് ഉള്ളത്. അതിൻ്റെ നമ്പറാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്ത്. അത് കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ CP അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഈ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്. സെൻസിറ്റീവ് എന്നുള്ളത് ലിമിറ്റഡ് ഒരു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വരുന്ന വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സബ്ജക്റ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒബ്സർവർമാരെ അടക്കം നിർദ്ദേശപ്രകാരം ഇന്നടക്കം ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ അവർ പറയുന്ന പ്രകാരം നമ്മൾ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് മാറ്റും. അപ്പോൾ അതിൽ കൃത്യമായിട്ടൊരു നമ്പർ ഇല്ല എന്നുള്ളതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ശരിയായിരിക്കില്ല. ഇതിലൊരു കാര്യം നിങ്ങളൊന്ന് കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ക്രിട്ടിക്കൽ ബൂത്ത് എന്ന് പറയുന്നത് ബൂത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മുൻകാലങ്ങളിൽ അവിടെ FIR അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബൂത്തുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ബൂത്ത് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഏരിയകളാണ്. നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ പലപ്പോഴും പല കാലങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ആ ഏരിയ കുറച്ചുകൂടെ കൂടുതലായി പെട്രോൾ ചെയ്ത് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗം പബ്ലിക് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ്, ആ ഒരു ആസ്പെക്ട് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഏരിയകൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മുടെ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടാവുന്ന ഔട്ട്സൈഡ് ദ ബൂത്ത്. പ്രധാനമായിട്ട് റൂട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇത് കൂടാതെ നമ്മുടെ ജില്ലയിൽ ഡ്രോൺ പെട്രോളിംഗ് സംവിധാനം കൂടി ഇപ്രാവശ്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ജില്ലയിൽ കണ്ണൂർ സിറ്റി, റൂറൽ ഉൾപ്പെടെ 10ഓളം ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമ്മുടെ ഡ്രോൺ സർവൈലൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൊട്ടിക്കലാശ സമയത്തുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടുതലായിട്ടും ഉള്ള ബൂത്തുകൾ, അതായത് 4-3-4 ബൂത്തുകൾ ഉള്ള ലൊക്കേഷൻസിൽ ക്രൗഡ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ 100 മീറ്റേഴ്സ് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഏരിയൽ സർവൈലൻസ് കൂടെ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിശദമായിട്ടുള്ള സ്കീം പോലീസിന്റെ ഭാഗത്ത് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ 1500ഓളം വരുന്ന വിവിധ റാങ്കുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ സിറ്റി ജില്ലയിൽ 1500ഓളം വരുന്ന വിവിധ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഫ്രം DYSP to CPO റാങ്ക് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. കണ്ണൂർ സിറ്റിയിൽ 20 കമ്പനീസ്, BSF, CASF, SSB, CRPF, തമിഴ്നാട്, മഹാരാഷ്ട്ര പോലീസ് തുടങ്ങിയ മറ്റ് കേന്ദ്ര സേനയും മറ്റ് സംസ്ഥാന സേനയും ഉൾപ്പെടെ 1500ഓളം പേര് ഉൾപ്പെടുന്ന 20ഓളം കമ്പനികൾ നമ്മുടെ ജില്ലയിൽ ഇലക്ഷന്റെ വിന്യാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം 1300ഓളം SPOസിനെ നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. SPO സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് പല പോളിംഗ് ബൂത്തുകളിലും പോലീസിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന 1300ഓളം പേരെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ സബ് ഡിവിഷൻസ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ 2 പോലീസ് സ്റ്റേഷനും ക്ലബ് ചെയ്തിട്ട് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ സുരക്ഷാ ചുമതലകൾ നടത്തുന്ന രീതിയിലാണ് നമ്മൾ ഇലക്ഷൻ സബ് ഡിവിഷൻസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. Police along with district administration is fully committed for ensuring intimidation-free, violence-free and inducement-free election in Kannur. അതിനുവേണ്ടി കണ്ണൂർ റൂറലിൽ SPOs, CRPF and local police ഉൾപ്പെടെ more than 3000 ഓഫീസേഴ്സ് ഡിപ്ലോയിഡ് ആണ്. ഇതിൻ്റെ കൂടെ കമ്മീഷണർ പറയുന്നത് പോലെ കണ്ണൂർ റൂറലിൽ ഒരു ഇലക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പർ ഉണ്ട്. സോ ഇലക്ഷൻ ബന്ധമായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ
information can be passed on to this number.